ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പറയുന്നത് എയർ ലെയറിങ്ങിനെ പറ്റിയിട്ടാണ്. എയർ ലെയറിങ് സാധാരണ നമ്മളിത് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ചെറിയ കവറിൽ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ മിക്സി നിറച്ചിട്ട് ആണ് സാധാരണ ചെയ്യാറ്. അത് നമുക്ക് അതോടുകൂടി നശിച്ചങ്ങൾ കെട്ടി വരിഞ്ഞും ഒക്കെ കുറച്ച് പണിയാണ്. അത് നമ്മളൊരു മോൾഡിങ്, സാധാരണ മോൾഡിംഗ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം കാശുമുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഒരു മോൾഡിങ് സീറോ കോസ്റ്റിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാർ, അപ്പോൾ നമുക്ക് ഈ മോൾഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിനെ രണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. അതായത് മേൽഭാഗം അതിൻ്റെ കവറിടുന്ന ടോപ്പിടുന്ന ഭാഗം രണ്ടാക്കി മുറിച്ച് അതിന് നേരെ കട്ട് ചെയ്തിട്ട് അടിവശത്ത് ഒരു ഹോളിട്ട് കൊടുത്തിരിക്കുന്നു. ആ ഹോളിടുമ്പോൾ നമ്മൾ ചെയ്യുന്ന തടീൻ്റെ വണ്ണം അനുസരിച്ചുള്ള ഹോൾ താഴണം. ഈ കൊള്ളി എന്തെങ്കിലും ചൂടാക്കി വെച്ചിട്ട്, ഇരുമ്പ് കൊള്ളി ചൂടാക്കി വെച്ചിട്ട് ഹോളിട്ടിരിക്കും. പിന്നെ മേൽഭാഗം ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ത്രെഡുള്ള ഭാഗം ഒന്ന് കുറച്ച് വീതിയിൽ കട്ട് ചെയ്ത് കഴിയും. പിന്നെ മാസ്കിംഗ് ടേപ്പ്, കേബിൾ ടൈ, ഗ്രാഫ്റ്റിംഗ് ടേപ്പ്, ഏത് ഉപയോഗിക്കാം നമുക്ക്. മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചു. പിന്നെ ഇത് ആട്ടിൻ കാഷ്ടം പൊടിച്ചതാണ്. മാത്രമല്ല ഒരു നമുക്ക് അധികമൊന്നും ആവശ്യമില്ല, കുറഞ്ഞ രീതിയിൽ ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് ചകിരി കമ്പോസ്റ്റാണ്. ചകിരി ചോറല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചകിരി കമ്പോസ്റ്റ് തന്നെ വേണം. പിന്നെ നമുക്ക് ആവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയാണ്. ഇത് നമ്മൾ ബ്ലേഡ് മാറ്റിയിടുന്ന സൈസ് നല്ല കത്തിയാണ്. ആ കത്തി ശരിക്ക് നമ്മൾ അണുവിമുക്തമാക്കണം. അതിന് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും ഇത് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ മറ്റുപയോഗത്തിന് പച്ചക്കറി എല്ലാം കട്ട് ചെയ്യുന്ന ആ കത്തി ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. സാനിറ്റൈസർ നമുക്ക് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിളാണ്. അത് അണുവിമുക്തമാക്കി വയ്ക്കുക. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് സാധനങ്ങളാണ്. ഇത് റൂട്ടിംഗ് ഹോർമോണാണ്. ഇത് വീട്ടിലുള്ളവർക്ക് ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ചട്ടക്കരിയൊക്കെ ഉപയോഗിച്ച് തേൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കറ്റാർവാഴൻ്റെ ഒരു കഷ്ണം, ഇത്രയുള്ള ഒരു പീസ് മതി, ചെറിയൊരു പീസ് മതി. അത് മിക്ക വീടുകളിലും കാണാൻ സാധിക്കുന്നു. ശേഷം നമ്മൾ ഈ ആട്ടിൻ കാഷ്ടം പൊടിച്ചതാണത്. ഈ പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചകിരിച്ചോറ് കമ്പോസ്റ്റിലേക്ക് മിക്സ് ചെയ്യും. ഒരൊറ്റ സ്പൂണ് മതി, കൂടുതലൊന്നും വേണം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യും. ചകിരിച്ചോറ് കമ്പോസ്റ്റും ആട്ടിൻ കാഷ്ടം പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിൽ ഈർപ്പം കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരും. തൽക്കാലം കുറഞ്ഞ ഈർപ്പമുണ്ട്, ഇത് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് ലേശം ഈർപ്പത്തിൻ്റെ കുറവുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഈർപ്പം കുറവായെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ കയ്യിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഉരുട്ടി കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉറ്റുന്ന ഒരു പരുവത്തിലാവണം. ആ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ശരിക്കും ആയിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഒന്നും കൂടി കുറച്ചുകൂടി വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു പരുവത്തിൽ തന്നെയാണ്. ഏകദേശം നമുക്ക് കയ്യിൽ ഇങ്ങനെ കുഴച്ച് പിടിക്കുമ്പോൾ ഒരു തുള്ളിയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഈർപ്പമാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇത് മതി നമുക്ക് ചെയ്യാനായിട്ട്. ഇത്രയും റെഡിയാക്കി നമ്മൾ ഇനി നമുക്ക് ചെടിയുടെ അടുത്തേക്ക് പോകാം. ബാക്കിയുള്ള കാര്യം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഈ ചെടിയിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊരു കൊന്ന വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്, ഗോൾഡൻ കൊന്ന എന്ന് പറയും. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പിൽ നമ്മൾ ആദ്യം തന്നെ ഈ അടുത്തുള്ള കമ്പുകളൊക്കെ, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കമ്പുകളൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കി
നമ്മൾ ഇപ്പം ആ തടി ഒന്ന് ശരിക്കും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ചെറിയ കൊച്ചു കമ്പുകളൊക്കെ അതിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കൊച്ചു കൊച്ചു കമ്പുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ വെട്ടി തടി ക്ലീൻ ചെയ്ത് വെക്കുക. എയർ ലെയറിങ് ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഒരു നല്ല വൃത്തിയുള്ള തുണിക്കഷ്ണം വെച്ച് ഒന്ന് ശരിക്ക് ഇതേപോലെ തുടച്ചെടുക്കുക, ക്ലീനാക്കി വെക്കുക. ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നമ്മൾ ചുറ്റുഭാഗം ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് മേൽഭാഗത്തും ചെയ്യണം. ഏകദേശം രണ്ടും കൂടിയുള്ള ഒരു ഗ്യാപ്പ് 3/4 ഇഞ്ചോളം വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അടിയിലും മേലെയും കത്തി വെച്ചിട്ട് ചെയ്യണം. പക്ഷേ കത്തി വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തടിയിൽ കൊള്ളാൻ പാടില്ല. അപ്പം തൊലി മാത്രമാണ് നമുക്ക് എടുത്ത് കളയേണ്ടത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് 2 റൗണ്ടും കൂടി യോജിപ്പിക്കുക കത്തി വെച്ചിട്ട് തന്നെ. അതിനുശേഷം ഇതിൻ്റെ തൊലികൾ അടർത്തിയെടുക്കുക. ഒരിക്കലും നമ്മുടെ തടിമരത്തിലേക്ക് കത്തി കയറി പോകരുത്, അതിനുവേണ്ടി ശ്രദ്ധിക്കുക. തൊലി നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിന് മേലെ ഒരു പാട പോലൊരു സംഭവം ഉണ്ടായിരിക്കും. ഈ തൊലിയുടെ തൊട്ടടിയിൽ ചെറിയൊരു വെള്ള തൊലിയാണ്. അത് നമ്മൾ നന്നായിട്ട് വരണ്ടി കളയണം. കത്തി വെച്ചിട്ട് തന്നെ ശരിക്ക് ഈ 3/4 ഇഞ്ച് ഗ്യാപ്പെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഗ്യാപ്പിലുള്ള അത്രയും ഭാഗം ശരിക്ക് നന്നായിട്ട് വൃത്തിയാക്കണം. അതേപോലെ പാടം ഇതേപോലെ നല്ല കറക്റ്റായിട്ട് തന്നെ അത് കളയണം. അത് കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് മറ്റു പണികൾ ചെയ്യാനുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറ്റാർവാഴൻ്റെ പീസുണ്ട്, അതിൻ്റെ ഇത് ആ ജെല്ലിന് അതിൽ നന്നാക്കി തേച്ച് പിടിപ്പിക്കുക. ചുറ്റുഭാഗം തേച്ച് പിടിപ്പിക്കുക. ജെല്ല് പുരട്ടിയ ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ നേരത്തെ എടുത്ത് വെച്ച റൂട്ടിങ് ഹോർമോണാണ്. ആ റൂട്ടിങ് ഹോർമോൺ നമ്മുടെ കയ്യിലെടുത്തിട്ട് ആ മുറിവിൽ മൊത്തം ഈ 3/4 ഇഞ്ച് നീളമുള്ള മുറിവിൽ റൂട്ടിങ് ഹോർമോൺ തേച്ച് പിടിപ്പിക്കുക. അവിടെ നമുക്ക് നേരത്തെ കറ്റാർവാഴൻ്റെ ജെല്ലുണ്ടായതുകൊണ്ട് സാധാരണ രീതിയിൽ തന്നെ അതവിടെ നന്നായിട്ട് പിടിച്ചിരിക്കും. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിൻ്റെ താഴ്ഭാഗം ബോട്ടം സൈഡ് നേരത്തെ പിളർത്തി വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ കമ്പിലേക്ക് കടത്തി വയ്ക്കുക. എന്നിട്ട് അത് ഈ താഴെ ഹോളുണ്ടല്ലോ അതിൽ വരുന്ന രീതിയിൽ, മേൽഭാഗം ഓപ്പണാണ്, താഴെ നമ്മൾ ഒരു ചൂടാക്കി വെച്ച് ഇതേപോലെ ഇങ്ങനെ കടത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഊരി വരാൻ സാധ്യതയുണ്ട്, കാരണം ബോൾ ലേശം ലൂസാണ്. അപ്പോൾ അതിന് ഇവിടെ സപ്പോർട്ടായിട്ട് ഒരു കേബിൾ ടൈ ഒരു തടസ്സത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ കെട്ടി നിർത്താം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോട്ടിൽ താഴേക്ക് വരില്ല. കാരണം ഹോള് കുറച്ച് നമ്മൾ ലൂസായിട്ട് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്കിത് കയറ്റിടാൻ കുറച്ചൊരു ഈസി ആവുള്ളൂ. ആ കേബിൾ ടൈൻ്റെ മറ്റു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്ക്. ഇത് പിളർന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ച് ഒന്നാക്കിയെടുക്കുക. ഈ പിളർന്ന ഭാഗം നമുക്ക് നന്നായിട്ട് ടാപ്പ് ഒട്ടിച്ച് എടുക്കാം. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിൽ വേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റു ടാപ്പ് വെച്ചാലും മതി, പക്ഷേ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലും നമ്മൾ ഈ കുപ്പി പിളർത്തിയ ഭാഗത്ത് വെച്ചാലും മതി, അങ്ങനെയും പറ്റും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് വേര് വന്നു കഴിഞ്ഞാൽ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ടാപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സർ നമുക്ക് നിറച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മളിത് മിക്സർ ശരിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നമുക്കിതിൽ മണലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, വെറും ചകിരിച്ചോറ് മാത്രമാണ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. മണൽ തീരെയില്ല. ഇപ്പം വേരോട്ടം ഒക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതിനും പിന്നെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളിത് അഴിച്ചെടുക്കുമ്പോൾ, നമ്മൾ ഈ മോൾഡിങ് അഴിച്ചെടുക്കുമ്പം അതിൽ നിന്ന് ചകിരിച്ചോറ് വേറായിട്ട് പോകും, വേര് അതിൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പം
ശരിക്കും നന്നായിട്ട് ഈ വിരൽ വെച്ചിട്ട് തന്നെ നമ്മൾ ശരിക്കും ടൈറ്റാക്കിയിട്ട് നിർത്തണം. നിർത്തി കഴിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നമാണ് നമ്മൾ മോൾഡിങ് അഴിച്ചെടുക്കുമ്പോൾ. പിന്നെ നമുക്കിത് റീയൂസ് ചെയ്യാമെന്നാണ് ഉള്ള ഉദ്ദേശം കൂടിയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് മോൾഡിങ് പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടിൻ്റെ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊരു പീസ് ഉണ്ടായിരുന്നു, അതിനെയും കൂടി നമുക്ക് എടുത്ത് കയറ്റി വിടും. അപ്പം അതിനകത്തു കൂടി കയറാനുള്ള ചകിരിച്ചോറ് നമ്മളിതിൽ മാക്സിമം മേളിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം. പക്ഷേ അതിനകത്ത് നമുക്ക് ചകിരിച്ചോറ് വയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് വേണം നമുക്ക് ആ മൂടിയെടുത്ത് മൂടിയിടാനായിട്ട്. മൂടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ആ മൂടിക്കും ഇതേപോലെ ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പുലർത്തി വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു കൂടെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് നിർത്തി വയ്ക്കുക. ഈ മുടി ശരിക്കും ഇതിനകത്ത് നല്ല ടൈറ്റായിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നു. മുടിയെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിൻ്റെ ടോപ്പ് ഭാഗം കറക്റ്റായിട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേണം ഇത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ തുറന്നിരിക്കുന്ന ഭാഗം ഏറ്റവും മേലെ ടോപ്പിൽ അവിടെ തുറന്നിരിക്കുമല്ലോ, ഈ കോർക്കിടുന്ന ഭാഗം, ഈ ബോട്ടിലിൻ്റെ ഇത് ഒരു കപ്പ് സിറപ്പിൻ്റെ ബോട്ടിലാണ്. അവിടെ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം ഇറങ്ങാതിരിക്കുകയാണ്, പുറത്തുനിന്ന് വെള്ളം ഇതിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രാഫ്റ്റിൻ്റെ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വായുഭാഗം നമ്മൾ ചുറ്റി കൊടുക്കുക. മഴക്കാലമല്ല ഇപ്പോഴും, സാധാരണ ഈ ലെയറിങ്ങൊക്കെ നമ്മൾ ചെയ്യാറ് മഴ സമയങ്ങളിലാണ്. പക്ഷെ ഇതിപ്പോൾ ശരിക്കുള്ള വേനൽ ടൈമാണല്ലോ. ഈ സമയത്ത് കൂടി നമുക്കിത് റിസൾട്ട് ശരിക്കും 100% നല്ല രീതിയിലാണ് വരിക. അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെയറിങ്ങിൻ്റെ മോൾഡിങ് ചെയ്ത് വെക്കാനുള്ള പണി. ഏകദേശം നമ്മുടെ ജോലിയിൽ അവസാനിച്ചു. ഈ മോൾഡിങ് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച 15 ദിവസത്തിന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 4 ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ ചെടിക്ക് വേര് വന്ന് നമുക്ക് കാണാൻ പറ്റും. കാര്യം ഇത് പെട്ടെന്ന് തന്നെ വേര് വരുന്ന ഒരു തരം ചെടിയാണ്. എല്ലാ ചെടിയിലും ഇതേപോലെ ചെയ്യാം. ചാമ്പക്ക, പേരയ്ക്ക അങ്ങനെയുള്ള ചെടികളിലൊക്കെ, സാധാരണ ലെയറിങ് ചെയ്യുന്ന ചെടികളിലൊക്കെ ഇത് സംഭവം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിസൾട്ടുള്ളൊരു സംഭവം കൂടിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത് നമ്മൾ കട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.